കൃഷ്ണകൃപാസാഗരം. മഹാറാണി ഇവിടുന്ന് വിളിപ്പിച്ചത് എന്തിനാണെന്ന് കൽപ്പിച്ചാലും. എന്തിനായിരുന്നു മഹാരാജാവ് തിരുമനസ് അങ്ങയുടെ ക്ഷുഭിതനായി സംസാരിച്ചത്? അടിയൻ പറയുന്നതിൽ എന്തെങ്കിലും അപരാധങ്ങളുണ്ടെങ്കിൽ മഹാറാണി പൊറുക്കണം. മഹാരാജാവ് തിരുമനസിന് ഈയിടെയായി ക്ഷോഭിക്കാൻ കാരണം തീരെ വേണ്ട. ഏത് നിസാര കാര്യത്തിനും അദ്ദേഹം ഇളകി വശാവുന്നു. രാജകൽപ്പന നടപ്പാക്കുന്നതിൽ നിങ്ങളൊക്കെ കാണിക്കുന്ന വീഴ്ചകളല്ലേ അതിന് കാരണം? മഹാറാണി അടിയന്റെ കണ്ണിൽപ്പെട്ടൊരു സത്യമുണർത്തിയാൽ കോപിക്കരുത്. ഉണർത്തിക്കൂ, കേൾക്കട്ടെ. മഹാരാജാവിന് ഈയിടെയായി ഒരു കാര്യത്തിലും ഉറച്ച മനസ്സല്ല. എന്തിനും ഏതിനും രാജസേവകരുടെ നേരെ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നു. അവരിൽ പലരും അസംതൃപ്തരുമാണ്. രാജകൽപ്പന ശരിയാവണ്ണം പാലിച്ചില്ലെങ്കിൽ ഏത് രാജാവാണ് ക്ഷോഭിക്കാതിരിക്കുക? കൽപ്പനകൾ പാലിക്കാൻ ഞങ്ങളാലാവും വിധം പരിശ്രമിക്കുന്നുണ്ട് മഹാറാണി. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മാറ്റത്തിന് പിന്നിൽ ഇതൊന്നുമല്ലെന്നാണ് അടിയന്റെ നിഗമനം. അങ്ങ് മടിക്കണ്ട, എന്തായാലും എന്നോട് പറയാം. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ കൊണ്ടാണ് ഞാൻ മന്ത്രിയെ നേരിട്ട് വിളിപ്പിച്ചത്. മഹാരാജാവിനെ മതിക്കുന്നത് വിട്ടൊഴിയാത്ത ഭയമാണ് മഹാറാണി. ശരിക്കും പറഞ്ഞാൽ മൃത്യുഭയം. ധേനുകന്റെ വധത്തിനു ശേഷം അത് പൂർവാധികം ശക്തമായി അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. ആരെയും ഒരാളെയും അദ്ദേഹത്തിന് വിശ്വാസമില്ല. ചിലപ്പോൾ സമചിത്തത പോലും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നാണ് അടിയന്റെ സംശയം. അതാണ് സ്ഥിതിയെങ്കിൽ അദ്ദേഹത്തിന്റെ മനസമാധാനം വീണ്ടെടുക്കാനായി നാം അടിയന്തരമായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിനുള്ള മാർഗം പറയൂ. അടിയന് തോന്നുന്നത്. എന്തായാലും പറയൂ. വന്ദനം മഹാപ്രഭു. അതിരിക്കട്ടെ. എന്താണ് പ്രഗസ്തി? മന്ത്രിയുമായി നാം അറിയാതെ ഒരു കൂടിയാലോചന? ഒന്നുമില്ല പ്രഭു. മഗധയിലേക്കൊരു ദൂതയക്കാൻ ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുകയായിരുന്നു. അല്ലാതെ താങ്കളെ ശാസിച്ചതിന്റെ പേരിൽ മഹാറാണിയോട് പരാതി ബോധിപ്പിക്കാനല്ലെന്ന് നമുക്ക് വിശ്വസിക്കാമല്ലോ. മഹാറാണിയുടെ കൽപ്പന കേട്ടല്ലോ. കേട്ടു തിരുമനസേ. എങ്കിൽ പിന്നെ എന്തിനു നിൽക്കണം? ഉടനെ ദൂതനെ അയക്കാൻ ഏർപ്പാടാക്കൂ. ഉത്തരവ്. പ്രഭു, അങ്ങയുടെ ധർമ്മപത്നി എന്ന നിലയിൽ ഒരു കാര്യം ഉണർത്തിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങ് ദേഷ്യപ്പെടരുത്. പറയൂ മഹാറാണി. അങ്ങയുടെ ചുറ്റുമുള്ളവരാരും വിശ്വസ്തരല്ല എന്ന ചിന്ത അങ്ങ് ദയവായി ഉപേക്ഷിക്കണം. ആരെ ഉദ്ദേശിച്ചാണ് റാണി ഇത് പറയുന്നത്? ആരെയും പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ചല്ല പ്രഭു. അങ്ങയോടൊപ്പമുള്ളവരെ, അങ്ങയോട് കൂറു കാണിക്കുന്നവരെ അങ്ങ് ദയവായി വിശ്വസിക്കണം. ഇതാ മന്ത്രിയുടെ ഉപദേശം കേട്ടിട്ടാവുമല്ലേ? ഒന്നിനും കൊള്ളാത്ത കുറെ അകമ്പടിക്കാരും സേവകരും. എന്നോട് കൂറും വിശ്വാസവും പുലർത്തുന്നവരാണെങ്കിൽ വൃന്ദാവനത്തിൽ എന്റെ ഘാതകനെന്ന് പറയുന്ന ആ കാലിച്ചെറുക്കന്റെ കഥ എന്നേ കഴിയുമായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അപഹാസ്യനാവുന്നത് ഞാനാണ്.
ആ എങ്കിൽ കളി തുടങ്ങാം. ഞാൻ ആദ്യം. ശരി, 3 പ്രാവശ്യമുള്ളേ. ആയിക്കോട്ടെ. തോറ്റുപോയി. ഇനി ഞാൻ. ആ, അയ്യോ, പശുക്കൾ എവിടെ പോയി? ഒരിടത്തും കാണുന്നില്ലല്ലോ. വാ പോയി നോക്കാം. പശുക്കളുടെ കരച്ചിൽ എവിടുന്നോ കേൾക്കുന്നുണ്ട്. നമുക്ക് കണ്ണനോട് പോയി പറയാം. കണ്ണാ, എന്താ ചന്ത? പശുക്കളെ കാണാനില്ല. കാണാനില്ലെന്നോ? അതവിടെ എവിടെങ്കിലും മേഞ്ഞു നടക്കുന്നുണ്ടാവും. ഞങ്ങൾ എല്ലായിടത്തും നോക്കി. അകലെ എവിടെയോ പേടിച്ചു കരയുന്ന ശബ്ദവും കേട്ടു. വരൂ കൂട്ടരെ, നമുക്ക് നോക്കിയിട്ട് വരാം. ശരി. നിങ്ങൾ 3 പേരും ഈ ഭാഗത്തൊക്കെ പോയി അന്വേഷിക്കേ. നിങ്ങൾ ഈ ഭാഗത്തും. നിങ്ങൾ എന്റെ കൂടെ വരൂ. എന്നാ വേഗമാവട്ടെ. ഈ ഭൂലോകത്ത് ഇതിലും വലിയ കാഴ്ച ഇനി എന്തു കാണാൻ? നാരായണ നാരായണ.
കൈലാസവും വൈകുണ്ഠവും ഈ വൃന്ദാവനത്തിൽ ദിവ്യ നയനങ്ങളാൽ പരസ്പരം സംസാരിക്കുന്നു. നമഃശിവായ നമഃശിവായ, നാരായണ നാരായണ. കണ്ണൻ ഇനിയും വന്നില്ല അല്ലേ? മടങ്ങി വരാൻ ഇത്ര താമസിക്കാറില്ല. വല്ല അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി കാണുമെന്ന എന്റെ ഭയാശങ്ക. അരുത്, അങ്ങനെ പറയരുത്. എനിക്ക് താങ്ങാനാവില്ല. ഈശ്വര, എന്തായാലും ശരി, കാളിയമർദ്ദനം പോലുള്ള കൊടിയ വിപത്തുകൾ ഇനി ഉണ്ടാവാതിരുന്നാൽ മാത്രം മതി. കണ്ണന്റെ സാഹസങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വശത്ത് ഭയം, മറുവശത്ത് അഭിമാനം. എങ്കിലും മനസ്സ് പതറുന്നു. ഒരല്പം വൈകിപ്പോയെന്ന് വിചാരിച്ച് നിങ്ങൾ എന്തിനാ കൽപ്പിത രൂപേണ ഓരോന്ന് മെനഞ്ഞെടുക്കുന്നത്? ഇല്ല, കണ്ണന് ഒരു അനിഷ്ട സംഭവം ഉണ്ടാവാനിടയില്ല. അങ്ങനെ ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണന്റെ വേണുഗാനം എന്റെ കാതുകളിൽ ഒഴുകിയിറങ്ങുന്നു, മുറിയാത്തൊരു ഭക്തിധാര പോലെ. കണ്ണൻ എന്റെ കൺമുൻപിൽ തന്നെയുണ്ട്. ഏയ്, മതിയാക്കൂ. അശുഭ ചിന്തകൾ മനസ്സിനെ മതിക്കുന്ന ഇതുപോലൊരവസരത്തിൽ നിന്റെ ഒരു സ്വപ്നരഥത്തിലെ യാത്ര. കണ്ണൻ പതിവായി എത്തുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന പരമാർത്ഥം നീ മറക്കണ്ട. ആ വേദനയുമായി ഞങ്ങൾ ഇരിക്കുമ്പോൾ ഗോകുലത്തിലെ ഗോപന്മാർക്കിടയിലാണെങ്കിൽ ഏതോ കംസകിങ്കരനെ കുറിച്ചുള്ള ശ്രുതികളുണ്ട്. ആ സ്ഥിതിക്ക് കണ്ണൻ താമസിക്കുന്ന ഓരോ നിമിഷവും സ്വസ്ഥത നശിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ. ഇല്ല, എന്റെ കണ്ണന് ഒരു അനിഷ്ട സംഭവവും നേരില്ല, അതെനിക്ക് തീർച്ച. എന്റെ കണ്ണൻ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ച് കണ്ണനെ ഒറ്റയ്ക്ക് സ്വന്തമാക്കാമെന്നാണോ നിന്റെ സ്വപ്നം? അതെ, ഞാൻ തേടുന്നത് കോടി ജന്മങ്ങളിലെ ആ പുണ്യം തന്നെയാണ്. കണ്ണ, നീ എന്നെ നിരാശപ്പെടുത്തരുത്. കണ്ണനെ കുറിച്ചുള്ള ഉത്കണ്ഠയിൽ മറ്റുള്ളവരെല്ലാം നീറി പിടയുമ്പോൾ ഹോ, നിനക്ക് മാത്രം ഇങ്ങനെ സകലവും മറന്ന് സ്വപ്നം കാണാൻ തോന്നുന്നല്ലോ. എങ്ങനെ ഇത്രമാത്രം സ്വാർത്ഥമതിയാവുന്നു? കണ്ണന്റെ കാര്യത്തിൽ ഓരോരുത്തരും സ്വാർത്ഥമതികളാണ്. ആർക്കും അത് നിഷേധിക്കാനുമാവില്ല. അല്ല കൂട്ടരെ, പരമാർത്ഥം അതൊന്നുമല്ല. ഞാൻ സ്വപ്നങ്ങളിൽ സ്വയം അഭിരമിക്കുകയല്ല. കണ്ണനെ കാണാതെ എന്റെ ഹൃദയവും നുറുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെപ്പോലെയോ അതിലേറെയോ ആണ്. പക്ഷെ കണ്ണന് നേർക്ക് വരുന്ന ആ അശുഭ ചിന്തകൾ, അത് തന്നെ എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറത്താണ്. ആ അശുഭ ചിന്തകളെ അകറ്റി നിർത്താൻ ഞാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും കണ്ടില്ല. പക്ഷെ എന്നിട്ടും ഞാൻ പരാജയപ്പെടുന്നു. കണ്ണ, താമസിപ്പിച്ച് കൈലാസവും വൈകുണ്ഠവും മഹാത്മാക്കളുടെയും സത്തുക്കളുടെയും പാദസ്പർശമേറ്റ മണ്ണ് അനശ്വര പുണ്യസ്ഥലികളായി പരിണമിക്കുന്നു. എല്ലാറ്റിനും കാരണഭൂതനായ ഭഗവാൻ വൃന്ദാവനവാസികളിൽ ഒരാളായി ജീവിക്കുന്നതേ അവരുടെ പൂർവജന്മ സുഹൃതം. ഒപ്പം കൈലാസനാഥനും കൂടിയായ 1000 വർഷങ്ങളിലെ കഠിന തപസ്സിദ്ധി കൊണ്ട് കൈവരുന്ന മോക്ഷപദമാണ് തന്റെ ദിവ്യ സാന്നിധ്യം വഴി ഭഗവാൻ അവർക്ക് കനിഞ്ഞരുളുന്നത്. ഈ പരമഭാഗ്യം ഇഹത്തിൽ